ഹലോ ഗായ്സ്, ഞാൻ ബിനേഷ് മണ്ണമ്പെട്ട. ഇന്ന് നമ്മുടെ ആമ്പല്ലൂർ ചുങ്കത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ബസ് അപകടത്തിൽ പെട്ടു. ഈ ബസ് മറ്റൊരു ബസ്സിന് സൈഡ് കൊടുത്തപ്പോഴാണ് ഇത് സംഭവിച്ചതെന്നാണ് കേട്ടോ പറയുന്നത്. ആ ബസ്സിൻ്റെ ഫ്രണ്ട് വീല് കംപ്ലീറ്റ് താന്നുപോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. നമ്മുടെ നാട്ടിലെ ഈ റോഡ് കിലോമീറ്ററുകളോളം നല്ല ഭംഗിയായി കിടന്നിരുന്ന റോഡിൻ്റെ സൈഡ് കേബിളുകൾ കുഴിച്ചിടുന്നതിന് വേണ്ടി കുഴിച്ചതാണ്. ഒരുവിധം നല്ല ആഴത്തിൽ കുഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ പല വണ്ടികളും ആയി ഇവിടെ അപകടത്തിൽപ്പെടുന്നു. ഇവിടെ തന്നെയല്ല, ഇവിടെ പല സ്ഥലങ്ങളിലും. സാധാരണയായി മറ്റൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോൾ അല്പസ്വല്പം സൈഡിലേക്ക് നീങ്ങി വണ്ടി ഓടിക്കുക പതിവാണ്. പക്ഷേ ഇതൊരു ചതിക്കുഴി ആരും പ്രതീക്ഷിക്കുന്നില്ല. ഡ്രൈവർമാർക്ക് സംഗതി ഈ സംഭവം അറിയാമെന്നുണ്ടെങ്കിലും പക്ഷേ മണ്ണ് എവിടെയൊക്കെയാണ് ഇളകിയിരിക്കുന്നതെന്നും എവിടെയാണ് ചതിക്കുഴികളുള്ളതെന്നും ഒന്നും പറയാൻ സാധിക്കുകയില്ല. നമ്മുടെ നാടുകളിൽ ഭംഗിയായി കിടക്കുന്ന റോഡ് സൈഡുകൾ കീറി മുറിച്ച് അത് വികൃതമാക്കി കേബിളുകൾ സ്ഥാപിക്കേണ്ടത് നമ്മുടെ ആവശ്യം തന്നെ, അനിവാര്യം തന്നെ. പക്ഷേ എങ്കിലും അത് കഴിഞ്ഞ് ചില മര്യാദകൾ, അതായത് ആ കുഴികൾ തൂർത്തി കഴിഞ്ഞ് അതിന് മുകളിൽ മെറ്റലിടുകയോ ഉറപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ കരാറുകാരൻ പെട്ടെന്ന് തന്നെ സ്ഥലം വിടുന്നു. പക്ഷേ ഇതിന് ഇരകളാകുന്നത് ഒന്നും അറിയാത്ത മറ്റുള്ളവരായിരിക്കും. ഏതോ നിർഭാഗ്യകരമായ സന്ദർഭത്തിൽ ഈ വണ്ടി ഇവിടെ ഇങ്ങനെ ഈ ചതിക്കുഴിയിൽപ്പെട്ടു. പക്ഷേ ഈ വണ്ടി സൈഡിലേക്ക് മറിയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ എത്രയോ ജീവനുകൾ നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ അധികൃതരോ ഇതിൻ്റെ കരാറുകാരോ എന്ത് വിചാരിച്ചിട്ടും എന്താണ് കാര്യം? ഇത് നമ്മുടെ നാടുകളിൽ സ്ഥിരം പതിവുള്ള ഒരു കാര്യമാണ്. കരാറുകാർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അത് കഴിഞ്ഞ് സ്ഥലം വിടും. ഇതെന്തെങ്കിലും സുതാര്യമായി പ്രവർത്തികൾ നടന്നിട്ടുണ്ടോ എന്ന് നോക്കുവാനായിട്ട് ആരുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരും അത് നിസ്സംഗത ഭാവിക്കുന്നു. ഓരോ ജീവനും വിലപ്പെട്ടതാണ്, ഇത് മനസ്സിലാക്കുക. കേബിളുകൾ സ്ഥാപിക്കുന്ന വശങ്ങളിൽ ജോലികൾ തീർന്നു കഴിഞ്ഞാൽ അത് പഴയപടിയാക്കി സുരക്ഷിതമാക്കി തീർക്കുകയാണ് വേണ്ടത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ നിസ്സംഗത ഭാവിക്കുന്നു, ആരും ഇത് ഗൗനിക്കുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ ഇവരുടെ കൈകളിലാണ്. എങ്കിലും ശ്രദ്ധിക്കുക ഭരണകൂടമേ. ഓക്കെ ഗായ്സ്, നല്ല വീഡിയോയുമായി, വെറൈറ്റിയായിട്ടുള്ള വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതാണ്.